ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ടൂൾസ് പരിചയപ്പെടാം. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ സ്റ്റാർ. ഇതിൽ ക്രോം വനേഡിയം എന്ന് എഴുതിയിട്ടുണ്ടാവും. ക്രോം വനേഡിയം ഇതുപോലത്തെ ടിപ്പുള്ളത് നോക്കി വാങ്ങണം. ഇത് 100 താഴെയുള്ളൂ, വലിയൊന്നുമില്ല, 80 രൂപ ആ റേഞ്ചുകൾ. ഇതൊക്കെ ഇത് പഴയതാണ്. ഇത് ചെന്നൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഇവിടെ പള്ളിമുക്ക് എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. അല്ല, ഇതൊക്കെ 100 രൂപ താഴെയുള്ളു. ഇത് സ്റ്റാൻഡേർഡ് ടിപ്പിനേക്കാളും ഇതാണ് സ്റ്റാൻഡേർഡ് ടിപ്പ്. ആ ടിപ്പിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും ഈ ടിപ്പ്. ഇത് നമുക്ക് നമ്മുടെ ഈ പർപ്പസിന് അധികം ആവശ്യം വരില്ല. ട്രാൻസ്ഫോമറിൻ്റെ നട്ട് അതുപോലത്തെ ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഞാൻ ബൈക്കിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, വലിയ ഇതായതുകൊണ്ട് അതിന് നല്ലതാണ്. ട്രാൻസ്ഫോമർ നമ്മളെപ്പോൾ ഇപ്പോൾ അസംബ്ലിംഗുകാർക്കൊക്കെ യൂസ് ആവും, നല്ലതാണ്. ട്രാൻസ്ഫോമറൊന്നും എപ്പോഴും അഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് സ്റ്റാൻഡേർഡ് സ്ക്രൂവിന് ഇതാണ് വേണ്ടത്, ഇതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്റ്റാർ. ഇത് ചെറുത് സ്റ്റാർ ഫ്ലാറ്റ്. പിന്നെ ഉള്ളത് ഇതൊരു സ്ക്രൂ. ഇത് പണ്ട് 1991 വാങ്ങിയത്. കണ്ടു കഴിഞ്ഞാൽ വലുതാണ്, പക്ഷേ ഇതിൻ്റെ ടിപ്പ് വളരെ ചെറുതാണ്. ഈ വാക്ക്മാൻ്റെ പരന്ന സ്റ്റീലിൻ്റെ ഒരു സ്ക്രൂ ഒക്കെ ഉണ്ട്. ആ സ്ക്രൂ ഒക്കെ അഴിക്കാൻ ഏറ്റവും നല്ല സ്ക്രൂ ഡ്രൈവറാണത്. അത് വലിയ യൂസ് ഇല്ല, വല്ലപ്പോഴും അതുപോലത്തെ പണി ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതും പള്ളിമുക്കിൽ വാങ്ങിയതാണ്. നല്ല സ്ക്രൂ ഡ്രൈവറാണ്, ചെറുതാണ്, കോമ്പാക്റ്റ് റബ്ബർ ടൈപ്പാണ്, നല്ല ഗ്രിപ്പാണ്. പിന്നെ സ്റ്റാൻഡേർഡ് സൈസിനേക്കാളും കുറച്ച് ഡയ കുറവാണ്. പക്ഷെ നമുക്ക് എല്ലാ സ്ക്രൂ ഡ്രൈവറും ചില സ്ഥലത്തൊന്നും നമുക്ക് സ്ക്രൂ അഴിക്കാൻ വലുതുകൊണ്ട് അഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാൻ പറ്റും. നല്ല വിലയൊന്നുമില്ല, 50 രൂപ താഴെയുള്ളൂ ഇതൊക്കെ വില. നല്ല ടിപ്പാണ്. ഇത് ഇന്ത്യൻ സ്ക്രൂ ഡ്രൈവറാണ്. ഇത് പണ്ട് വാങ്ങിയത് 90കളിൽ വാങ്ങിയതാണിത്. ഇത് ബോക്സ് നട്ട് അഴിക്കാനുള്ള നമ്മുടെ CMൻ്റെ നട്ട് അസംബ്ലിങ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന സാധനമാണിത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരാവശ്യമില്ല, കുറേ വർഷങ്ങളായിട്ട് ചുമ്മാ ഇരിക്കുക, ഒരാവശ്യമില്ല. കട്ടിംഗ് പ്ലെയർ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കട്ടിംഗ് പ്ലെയർ വാങ്ങുക, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതായി പോകും, ടൈറ്റായി പോകും. ഇത് സ്റ്റീലാണിത്, കാരണം ഇത് ഒന്നും ടൈറ്റ് ആവില്ല. ഞാനൊരു ബെൽറ്റ് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുക, അല്ലെങ്കിൽ എന്താവും, ഇത് ഇങ്ങനെ കിടക്കും. നമ്മളെടുക്കാൻ ചെല്ലുമ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കയറി കിടക്കും. അപ്പോൾ അത് കാരണം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കും. അപ്പോൾ എപ്പോഴും ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ സുഖമാണ്. ഇത് എന്താ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം, അത് നല്ലതാണ്. ഇത് ഞാൻ പണ്ട് വാങ്ങിയത്. ഇത് രണ്ടും ഒന്നിച്ച് വാങ്ങിയതാണ്. ഞാൻ പവറിൽ വർക്ക് ചെയ്യുന്ന നേരത്ത് 1991 വാങ്ങിയതാണ്. അന്ന് ഇതിന് 150 രൂപയും ഇതിന് 250 രൂപയും മേടിച്ചു. അന്ന് എൻ്റെ ശമ്പളം 1000 രൂപയായിരുന്നു മാസം. അപ്പോൾ ഒന്ന് ആലോചിച്ച് എനിക്ക്. നല്ല ഉഗ്രം സാധനമാണ്. ഒത്തിരി വർഷം ഞാൻ യൂസ് ചെയ്ത്. അതിൻ്റെ ടിപ്പ് ഇപ്പോൾ പോയത് കൊണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അടുക്കളയിലാണ് ഈ സാധനം. അടുക്കളയിൽ കുക്കറിൻ്റെ ഹാൻഡിൽ ടൈറ്റ് ചെയ്യാൻ ഇതിനൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാനില്ല. ഇതുകൊണ്ട് അഴിച്ചാൽ നമ്മുടെ സ്ക്രൂ ചീത്തയായി പോകും. അത് കാരണമാണ് ഞാൻ അഴിക്കാത്തത്. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ബൈക്ക് ഇൻഡിക്കേറ്റർ അഴിക്കാനായിട്ട് പണ്ട് കൊണ്ടുപോയിട്ട് ടിപ്പെല്ലാം ചീത്താക്കി കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറെ സ്ക്രൂ ഡ്രൈവർ, ഇതൊക്കെ ചെന്നൈയിൽ നിന്ന് മേടിച്ചത് 2000-ൽ. അത് ചെറുതും വലുതും കുറേ ഉണ്ടായിരുന്നു. ഏറ്റവും വലുത് നമ്മുടെ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വലുത് കൊടുത്ത്. ഇതിൻ്റെ ചെറുതിന് ഒരെണ്ണമുണ്ട്. പിന്നെ പമ്പ്, ഇത് അസംബ്ലിങ് ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരും. നമുക്ക് സർവീസിന് ഇതുപോലത്തെ തന്നെ ക്യാബിനറ്റ് വളയുമ്പോഴോ അതുപോലത്തെ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വേറെ പർപ്പസ് ഒന്നുമില്ല. ഇത് ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഇത് ഫ്ലാറ്റ് നല്ല ടിപ്പ് നോക്കി മേടിക്കണം. ചീത്ത സ്ക്രൂ ഡ്രൈവർ വാങ്ങാണ്ടിരിക്കുക. പിന്നെ എല്ലാവരും യൂസ് ചെയ്യണ പോലെ ഈ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഈ
പച്ച കളർ പിടി, ഒരു മഞ്ഞ സ്ലീവ്, ആ സ്ക്രൂ ഡ്രൈവർ മാത്രം വാങ്ങാണ്ടിരിക്കുക. ആ കമ്പനിയുടെയാണ് ഇത്. പക്ഷേ ഇത് ഇമ്പോർട്ടഡ് കിട്ടില്ല, കിട്ടാൻ വളരെ കഷ്ടമാണ്. ചെന്നൈയിൽ തന്നെ ചെറിയ ടൈപ്പ് കിട്ടും, ഇത്ര വലുത് കിട്ടില്ല, ഇത്ര ചെറിയ ടൈപ്പ് കിട്ടും. അത് നമുക്ക് യൂസ് ഇല്ലാത്ത കാരണം ഞാൻ വാങ്ങാം. ഇത് നമുക്ക് വലിയ യൂസ് ഇല്ലല്ലോ, ഞട്ട കഴിക്കാൻ ആവശ്യമുള്ളൂ, അസംബ്ലിങ് ചെയ്യുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം അതിന് മുഖ്യത്വം ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങി, അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ഇത് മെഡിക്കൽ ഐറ്റമാണ്. ഇത് മെഡിക്കൽ എക്സ്പെൻസ് ആണ്. ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എനിക്ക് ഇതില്ലാണ്ട് പറ്റില്ല. എപ്പോഴും ഉണ്ടാവും എൻ്റെ കയ്യിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇത് യൂസ് ചെയ്യണതാണ്. എൻ്റെ ഗുരു ഇത് യൂസ് ചെയ്യും. അവിടെ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നതല്ല, ആദ്യമായിട്ട് യൂസ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഇത് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഈസിയാണ്. ഇങ്ങനെ ലോക്ക് ഉണ്ട്, ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിടിച്ച് വെക്കാൻ, നമുക്ക് കൈ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഉണ്ടോ, ഡോക്ടർമാർ കുടലൊക്കെ ടൈറ്റ് ചെയ്യണത്, ബ്ലഡ് പോകാണ്ടിരിക്കാൻ എവിടെയും കട്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെയാണ് ലോക്ക് ചെയ്യണത്. ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ കട്ട് ചെയ്യണത്. അവസാനം നമുക്ക് പല ആവശ്യങ്ങൾ. ഇത് ബെൻഡുള്ള ടൈപ്പ്, ഇത് ലോക്ക് ഇല്ലാത്ത ടൈപ്പ്. ലോക്കില്ലാത്ത ടൈപ്പ് സിസർ പോലെ യൂസ് ചെയ്യാം, അത് തന്നെ. പിന്നെ ചെറിയ സ്ക്രൂ ഡ്രൈവറൊക്കെ എവിടെ കണ്ടാലും മേടിക്കും. അങ്ങനെ ഒരു ഭ്രാന്ത. സ്റ്റാർ ചെറുത്. പിന്നെ കട്ടർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഇതെന്ന് വെച്ചാൽ അതുപോലെ വാങ്ങാം. കട്ട് എന്ത് വേണമെങ്കിൽ മേടിക്കും. പിന്നെ ട്യൂസർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ടൂൾസ് വാങ്ങുന്ന കടയിൽ ട്യൂസർ വാങ്ങരുത്. ട്യൂസർ വാങ്ങുമ്പോൾ മൊബൈലിൻ്റെ സ്പെയർ വിൽക്കുന്ന കടയുണ്ട്, മൊബൈൽ സ്പെയർ. എറണാകുളത്താണെങ്കിൽ പെൻഡാമേനകയിൽ മേളിൽ സ്പെയർ വയ്ക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇത് കിട്ടും, ട്യൂസർ കിട്ടും. ഈ ട്യൂസർ എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണിത്, വളരെ സോഫ്റ്റാണ്. അറിയാലോ, മൊബൈലിൻ്റെ സ്പെയർ എന്ന് പറഞ്ഞാൽ അത്ര മൈന്യൂട്ട് ചെറിയതല്ല. ഇത് ഇനിയും പോയിന്റ് ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ബെൻഡായി പോകും. അപ്പോൾ ഞാൻ ഫയൽ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇനിയും പോയിൻ്റാണിത്, ഭയങ്കര മൈന്യൂട്ടായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ പർപ്പസിന് അത്ര പോയിൻ്റ് ആവശ്യമില്ല. കാരണം ഇത് പോയത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വളഞ്ഞു പോകും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഫയൽ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇത് ചെന്നൈയിലുള്ളപ്പോൾ വാങ്ങിയതാണിത്. ഇതും നല്ല പോയിൻ്റായിരുന്നു. അങ്ങനെ ഫയൽ ചെയ്ത് ചെറുതായതാണ്. ഇത് നല്ല സോഫ്റ്റായത്. ഇതും അതുപോലെ മൊബൈൽ സ്പെയർ കടയിൽ നിന്ന് അവിടുന്ന് ചെന്നൈയിൽ നിന്ന് വാങ്ങിയത്. ഇത് ഇവിടെ വന്നിട്ട് പെൻഡാമേനകയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെയുള്ള ഐറ്റം നൈഫാണ്. ഇതുപോലത്തെ നൈഫ് വാങ്ങാം. അല്ലെങ്കിൽ ഇത് സർജിക്കൽ ഐറ്റം ഇത് വാങ്ങും. ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ കോമൺ എല്ലായിടത്തും കിട്ടും. ഇതൊരു സ്ഥലത്ത് ഞാൻ കണ്ടപ്പോൾ ഈ ചെറിയ നൈഫിന് ഈ ഹാൻഡിലുള്ളത് കാണാൻ കുറവാണിത്, ഇതുപോലത്തെ ഈ ടൈപ്പ്. അപ്പോൾ കണ്ടപ്പോൾ രസം തോന്നിയിട്ട് ഒരു വെറൈറ്റി ഐറ്റം ആണല്ലോ എന്ന് ചോദിച്ചിട്ട് മേടിച്ചത്. ഇത് 90 രൂപ. ഇത് അത്രയേ ഉള്ളൂ. നല്ല ഗ്രിപ്പ്. മറ്റ് സാധാരണ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് വളയും. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, എത്ര ബലം കൊടുത്താലും ഒന്നും ആവില്ല. അത് നല്ലതുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് സർജിക്കൽ ഐറ്റം. ഈ സാധനം വാങ്ങുന്ന സ്ഥലത്ത് തന്നെ അതും വാങ്ങണം. ഇതൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഇത് നമ്പർ 3 ഹാൻഡിൽ മറക്കരുത്. ഇത് നമ്പർ 4 ഹാൻഡിൽ. അതായത് നമ്പർ ഉണ്ടാവും ഇതുമേലെ 4 എഴുതിയുണ്ടാവും, ഇതുമേലെ 3 എന്നുണ്ടാവും. ഇത് 3 ഹാൻഡിൽ, ഇത് 4 ഹാൻഡിൽ. ഇത് 4 ഹാൻഡിലിൻ്റെ ബ്ലേഡിന് 5 രൂപ, 10 രൂപ താഴെ ഉള്ളൂ. 5 രൂപ ഉണ്ടാവും ഒരു ബ്ലേഡ്, കവറിനകത്ത് വരും. ബ്ലേഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. അത് പൊട്ടിയിരിക്കുകയും ബ്ലേഡ് തീർന്നു എൻ്റെ കയ്യിൽ, ലോക്കാവും. എടുക്കണത് നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ എടുക്കാം. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് പോരും. ഒടിഞ്ഞിരിക്കണമുണ്ട. നഖം കൊണ്ട് ഇങ്ങനെ, നഖം ചെറുതാണ്, നഖം കൊണ്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഇതിങ്ങിട്ട് പോരും. ഇത് 3 ഹാൻഡിലിൻ്റെ ബ്ലേഡ് നമ്പർ 11, 4 ഹാൻഡിലിൻ്റെ ബ്ലേഡ് നമ്പർ 22. ഇതുമേൽ എഴുതിയിട്ടുണ്ടാവും ബ്ലേഡ് നമ്പർ 22. 4 ഹാൻഡിലിൻ്റെ ബ്ലേഡ് നമ്പർ 22, 3 ഹാൻഡിലിൻ്റെ ബ്ലേഡ് നമ്പർ 11.
ഇത് മാത്രം സൂക്ഷിക്കണം. ഫസ്റ്റ് ഇത് കുത്തി കൈയിടാതെ കയറ്റരുത്. പുതിയതാകുമ്പോൾ ഇതിപ്പോൾ പഴയതായതുകൊണ്ട് മൂർച്ചയൊന്നുമില്ല. പുതിയതാകുമ്പോൾ അറിയാലോ ഇതിൻ്റെ മൂർച്ച, പറയേണ്ട കാര്യമൊന്നുമില്ല. സൂക്ഷിച്ച് യൂസ് ചെയ്യണം. ലോക്കായി ഇനി വരില്ല. ഇതും പൊട്ടിയിരിക്കുക, തീർന്നല്ല, വാങ്ങണം. ലോക്കായി. ഇത് നമ്മൾ എടുക്കണത് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതിയുണ്ട്. ഇങ്ങനെ പൊക്കി തന്നെ ഇങ്ങനെ ഒറ്റ വിരൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. രണ്ട് സൈഡ്, ഏത് സൈഡാണെങ്കിലും എടുക്കാം. ഉണ്ട്. ഇത് അതേപോലെ തന്നെ ഈ സൈഡിലും എടുക്കാം, ഈ സൈഡിലും എടുക്കാം. ഇതാണ് നമ്മുടെ ആയുധം. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ മീറ്റർ അടുത്ത് സോൾഡറിങ് അല്ലെങ്കിൽ ലെങ്ത്ത് കൂടി പോകും. കാണാനൊന്നും ആരും ഇല്ല. ഞാൻ ഇങ്ങനെ കിടന്ന് ഒച്ചെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല പഠിപ്പിച്ചിട്ട്. കാണാൻ ആളില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ പരിചയപ്പെടുത്തി വരുമ്പോഴത്തേക്കും ആളുകൾ കയറി വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാത്തിനും ഷെയർ ചെയ്യുക. എന്തൊക്കെ ചെയ്യാനുള്ള ബട്ടണൊക്കെ കുറേ ബട്ടണുകളുണ്ടല്ലോ യൂട്യൂബിൽ, അറിയാലോ. എല്ലാം കുത്തി പൊട്ടിക്കുക. എനിക്കത്രേ പറയാനുള്ളൂ. ആളുകൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക്സ് അതിലേക്ക് കയറാൻ പറ്റുള്ളൂ, ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് പരിചയപ്പെട്ടല്ലോ. അത് ടൂൾസ് നല്ല ടൂൾസ് നോക്കി മേടിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ നാളെ നമുക്ക് മീറ്റർ സോൾഡറിങ് ഇത് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തേക്ക് വിടാം.